ഇതുപോലെ ഒരു റഫ് സ്കെച്ചിൽ നിന്ന് എങ്ങനെ ഒരു ആക്ച്വൽ ഫംഗ്ഷണൽ പാർട്ടിലോട്ട് എത്തിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യു ആർ വാച്ചിങ് ഫംഗ്ഷണൽ 3D മോഡലിംഗ് ബൈ റെപ്റ്റർ ഇന്നോവേഷൻസ്. ആദ്യമായിട്ട് ഫ്യൂഷൻ 360 തുറന്നു കഴിയുമ്പോൾ വരാൻ പോകുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഇത്. സൈൻ ഇൻ ചെയ്യാത്തവർ ഓട്ടോഡെസ്ക് ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. മുകളിൽ നമുക്ക് കുറേ ടൂൾസ് കാണാം. ഇതിൻ്റെ അകത്ത് സോളിഡ്, സർഫസ് മെഷ്, ഷീറ്റ് മെറ്റൽ, പ്ലാസ്റ്റിക്, അങ്ങനെ പല ടൈപ്പ് മെറ്റീരിയൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സോളിഡിലായിരിക്കും. ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു ഫയൽസ് ആണ് നമ്മുടെ പ്രോജക്റ്റ് ഫയല്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ സേവ് ചെയ്യുന്ന എല്ലാ ടൈപ്പ് സ്കെച്ചസ് ആണെങ്കിലും അത് ഒബ്ജക്റ്റ് ആക്കി മാറ്റിയതാണെങ്കിലും അല്ലെങ്കിൽ കോമ്പണൻ്റ് ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ ഫയലും ഈ ഒരു ഫയലിൻ്റെ സബ് ഫോൾഡേഴ്സ് ആയിട്ടായിരിക്കും സേവ് ആവുക. പിന്നെ ഈ താഴത്തെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിരിക്കും നമ്മുടെ ഹിസ്റ്ററി സേവ് ആവുക. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ സ്റ്റെപ്പും ഇവിടെ ചെറിയ ചെറിയ ഒരു ഗ്രാഫിക്കൽ ഇമേജസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. നമുക്കിനി പുറകോട്ട് പോയൊരു സ്റ്റെപ്പ് തിരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഹിസ്റ്ററി യൂസ് ചെയ്തിട്ട് നമുക്ക് തിരുത്താനും സാധിക്കും. അതാണ് ഈ ഫ്യൂഷൻ 360യുടെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കിവിടെ ഡിസൈൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ ടൈപ്പ് വിൻഡോസ് ഉണ്ട്. റെൻഡർ ചെയ്യാനുള്ള വിൻഡോ ഉണ്ട്, ആനിമേഷൻ ചെയ്യാൻ വേറൊരു വിൻഡോ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് വിൻഡോ ഉണ്ട്. നമ്മൾ ഡിസൈൻ കൂടുതലും ചെയ്യുന്ന ഡിസൈൻ ടാബ് വെച്ചിട്ട് തന്നെയാണ്. സോ നമ്മൾ ജംഗ്ഷൻ ബോക്സ് എന്ന പേരിൽ നമ്മുടെ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോക്യുമെൻറ്റ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ കാണാം മെയിൻ ഫയലിൻ്റെ ഉള്ളിൽ. ഇതെന്ന് പറയുന്നത് ജസ്റ്റ് സൈഡിലുള്ള ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് ഇൻ എന്ന് കിടക്കുന്നത് കാണാം. നമ്മൾ ചെയ്യുന്ന ഫുൾ ഡ്രോയിങ് മില്ലിമീറ്റർ സ്കെയിലാണ്. സോ അത് കാരണം ഇതിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, സെൻറ്റിമീറ്റർ സ്കെയിലാണ് നിങ്ങൾ റീഡിങ് എടുത്തതെങ്കിൽ അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ഒരു പെൻ ആൻഡ് പേപ്പർ സിമ്പിൾ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മില്ലിമീറ്റർ എന്നുള്ളത് മീറ്ററോ ഇഞ്ചോ ഫുട്ടോ സെൻറ്റിമീറ്ററോ എന്ത് വേണമെങ്കിലും ആക്കാം. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു യൂണിറ്റ്സ് നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മുടെ ഫ്യൂഷൻ 360 മെയിൻ ഒരു കാര്യമാണ് ഈ ഒരു ചെറിയൊരു ക്യൂബ് എന്ന് പറയുന്നത്. ഈ ഒരു ക്യൂബ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറിയൻറ്റേഷൻ നമുക്ക് ചേഞ്ച് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഏത് ഫേസിലേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ഒരു ചെറിയ ക്യൂബ് വെച്ചിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അത് വ്യൂവിങ് ആംഗിൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഹോം ഐക്കൺ ചെറുതായിട്ട് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പൊസിഷനിലോട്ട് വീണ്ടും പോകും. ഓക്കെ, ഫ്യൂഷൻ 360 പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൂള് സ്വന്തമായി ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളോട് ഞാൻ ആദ്യത്തെ ലൈവ് ക്ലാസ്സിൽ ഒരു ഗ്രാഫിക്കൽ ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ അന്ന് കാണിച്ചത് ഒരു ജംഗ്ഷൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ജംഗ്ഷൻ ബോക്സ് ആണ് ഇതിൻ്റെ അകത്ത് 3D മോഡലായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു ജംഗ്ഷൻ ബോക്സ് നിങ്ങൾ എൻ്റെ കൂടെ ബിൽഡ് ചെയ്ത് വന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂഷൻ 360യുടെ ഒരുവിധം ടൂൾസ് നിങ്ങൾക്ക് ഫെമിലിയർ ആവും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തം ഡിസൈൻ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും.